ഹലോ. നമ്മൾ ചില ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ നമ്മൾക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മടി പിടിച്ചിട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ ശ്രമിച്ച് നോക്കി, പക്ഷെ പരാജയമാണെന്ന് കണ്ടപ്പോൾ നമുക്കിത് പിന്നെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് പോയി. ഏത് തലത്തിൽ നോക്കിയാലും നമുക്ക് നമ്മളെ കുറ്റം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. അങ്ങനെ ആ കാര്യം അതിപ്പോൾ ഒരു വലിയ വീടുണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാവും. അങ്ങനെ ഇതേ സംഗതി വേറൊരാൾ, നമ്മുടെ സുഹൃത്തോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ അത് നമ്മൾ ഉദ്ദേശിച്ച അതുപോലെ അതിനേക്കാളും വലിയൊരു വീടുണ്ടാക്കിയേക്കും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച എത്രയോ മനസ്സിലിങ്ങനെ തലൊലിച്ചു കൊണ്ടിരിക്കുന്ന ബിസിനസ് വേറൊരാൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾ ആ ബിസിനസ്സിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഒറ്റ കാരണത്താൽ നമ്മുടെ മനസ്സ് കലുഷിതമാണ്, അസ്വസ്ഥപൂർണ്ണമാണ്. അതിൽ എന്തൊക്കെ വികാരങ്ങളാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യമോ അസൂയോ, ചിലപ്പോൾ അയാൾക്കതിൽ നാശം വരണമെന്ന് വരെ ആലോചിച്ച് പോകണം. അപ്പോൾ ഇയാളോട് ചോദിക്കുക, നീ എന്തിനാണ് ഇങ്ങനെ എത്ര ഈ രീതിയിൽ പ്രകോപിതമായി പെരുമാറുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ചെന്നാൽ ഭാര്യ ചീത്ത പറയുക, അല്ലെങ്കിൽ പാത്രങ്ങൾ ഉടക്കുക, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അസ്വസ്ഥമായിട്ടുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കെന്താ ആഗ്രഹിച്ചൂടെ? ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? ആഗ്രഹിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ? ആഗ്രഹിച്ചാൽ മാത്രം കാര്യം നടക്കില്ലല്ലേ? അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അശ്രാന്ത പരിശ്രമം നടത്തണം. അപ്പോൾ അതിന് തയ്യാറാണെന്ന് വെച്ചാൽ തയ്യാറാണ് ഇയാൾ. തയ്യാറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ മടിയാണ്, ക്ഷീണമാണ്, പറ്റുന്നില്ല അയാൾക്ക്. അയാളുടെ ബ്രെയിൻ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആഗ്രഹം നടപ്പിൽ വരുത്താനുള്ള ഒരു കപ്പാസിറ്റി അയാളുടെ ബുദ്ധിപരമായിട്ടും പ്രകടിപ്പിക്കുന്നില്ല, ശാരീരികമായിട്ടുള്ള ക്ഷീണം. പിന്നെ എന്തുകൊണ്ട് ഈ ആഗ്രഹം? ഇയാൾ അസ്വസ്ഥമാക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഈ ആഗ്രഹം? അല്ല. ഓരോ മനുഷ്യനും അവൻ്റെ തലയിൽ വരുന്ന ആഗ്രഹം തീർച്ചയായും 100% നടപ്പിൽ വരുത്താനുള്ള കപ്പാസിറ്റി ആ ശരീരത്തിലുണ്ട്. അല്ലാത്ത ശരീരത്തിൽ ആ ഒരു ആഗ്രഹം വരില്ല. പിന്നെ എന്തുകൊണ്ട് അയാൾക്ക് പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഈ സ്വഭാവം തന്നെ പ്രശ്നം. അതായത് ഒരു ശാന്തഭാവമല്ല ഉള്ളത്, ഒരു വാശി, വൈരാഗ്യം, ദേഷ്യം, ഒരു നെഗറ്റീവായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള അവസ്ഥക്ക് ഈ കാര്യം നേടിത്തരാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനും പറ്റും. ഒരാൾക്ക് ഒരു വാശി തോന്നി, ഒരു സുഹൃത്ത് ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ അയാൾക്ക് വാശിയോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾക്കത് നേടാൻ പറ്റും. വാശിക്ക് അത് നേടിത്തരാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ അയാളുടെ ഫാദർ അയാളോട് പറഞ്ഞു, ഏട്ടാ നീ ഒന്നിരിക്കുന്നത് നന്നാവാൻ പോകുന്നില്ലടാ, ഒരു പട്ടിനെ പോലെ നീ ജീവിക്കുന്നത് എൻ്റെ മുന്നിൽ ഞാൻ കാണൂടാ എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഇയാൾ എന്തെല്ലാം ദേഷ്യം വന്നു. ഇയാൾ അങ്ങോട്ട് തീരുമാനിച്ചു, ആഹാ അങ്ങനെയെങ്കിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിപ്പിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ അവനവന് ചെയ്യാൻ പറ്റുമെന്ന് ബോധ്യപ്പെടാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് സംതൃപ്തി ഉണ്ടാക്കണമെന്നല്ല, എനിക്ക് കാണിച്ചു കൊടുക്കണം, എൻ്റെ ഫാദറിനെ കാണിച്ചു കൊടുക്കണം, ഞാനാണെന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഇയാളിങ്ങനെ പൊലിപ്പിച്ച് നിർത്തുകയാണ് ഈ വാശി, ഒരു വൈരാഗ്യം പൊലിപ്പിച്ച് നിർത്തി ഇയാൾ ആശ്രാന്ത പരിശ്രമം നടത്തണം. ഒന്നുമല്ല, കാണിച്ചു കൊടുക്കണം, അത്രയുള്ളൂ, കാണിച്ചു കൊടുക്കണം. നെഗറ്റീവ് മോട്ടിവേഷൻ, അതും മോട്ടിവേഷനാണ്. അങ്ങനെ ഇയാൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇയാളുടെ ഫാദർ മരിച്ചുപോയി എന്നൊക്കെ വിചാരിക്കാം. പിന്നെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇയാൾ കാറ്റുപോയ ബലൂണിൻ്റെ അവസ്ഥയായിരിക്കും. അയാൾക്ക് മോട്ടിവേഷൻ കിട്ടില്ല, കാരണം അയാളുടെ മോട്ടിവേഷൻ നെഗറ്റീവ് മോട്ടിവേഷനായിരുന്നു. അപ്പോൾ നെഗറ്റീവ് മോട്ടിവേഷനിൽ പോയാൽ നമുക്ക് 3 അവസ്ഥകൾ, 3 കൃത്യമായ 4 അവസ്ഥ. അത് ബോഡി കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നേടാം, മൃഗീയമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് നേടാൻ പറ്റും. മൈൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് പറയാം, നമ്മൾ ഹാർഡ് വർക്ക് എന്നൊക്കെ പറയില്ലേ, അത് മൈൻഡ് കൊണ്ടുള്ള. അങ്ങോട്ട് ശ്രമിക്കുക, പറ്റാത്ത കാര്യം എന്തൊക്കെയോ വികാര വിചാരം കൊണ്ട് അങ്ങോട്ട് ചെയ്യുക. ഈ രണ്ടിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേടാൻ പറ്റില്ല എന്നല്ല, നേടിയാൽ നമ്മൾ ആ വിചാരിച്ച സംതൃപ്തി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമുക്ക് ഈ മൈൻഡിനെ അനാരോഗ്യകരമായി ഉപയോഗിച്ചതുകൊണ്ട് ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ വരാം. നമുക്കറിയാം, മനസ്സമാധാനം ഇല്ലാത്ത ഇഷ്ടം പോലെ ബിസിനസ്സുകാരെ നമുക്കറിയാം. അല്ലെങ്കിൽ വിജയിച്ചു എന്ന് നമ്മൾ പുറമെ ജനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അയാൾ വലിയ വിജയത്തിലാണ്, പക്ഷെ അയാൾക്ക് മനസ്സിൽ ആ ഒരു വിജയമില്ല. കാരണം അയാൾ ഈ നെഗറ്റീവ് മോട്ടിവേഷനിൽ അവിടെ എത്തിയ ആളാണ്.
അല്ലെങ്കിൽ ബോഡി കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്ത് അവസാനം ബോഡി കൊളാപ്സ്ഡായി, അയാൾ രോഗിയായി മാറി. അപ്പോഴും വിജയിച്ചു, പക്ഷേ അയാൾക്ക് അതിൻ്റെ ഗുണം ലഭിച്ചിട്ടില്ല. നമ്മളിതിൽ ആ ബാലൻസ് കണ്ടെത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാസ്തവം പറഞ്ഞാൽ അപ്പോൾ ഈ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഓരോ സ്വപ്നങ്ങളും നടപ്പിൽ വരുത്താൻ അയാളെ കൊണ്ട് കഴിയും. അതിൽ ആ ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ കേട്ടില്ല പ്രാർത്ഥിച്ചാൽ നടക്കുന്നുള്ളത്, പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചാൽ മാത്രം. ആ പ്രാർത്ഥനയ്ക്ക് വില കുറച്ച് കാണരുത്. മനസ്സിൻ്റെ വലിയൊരു ഘടകമാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. പക്ഷേ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ഇമോഷനോട് കൂടിയാണെങ്കിൽ അത് പ്രാർത്ഥന ഫലിച്ചോളുന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കുണ്ട് ദേഷ്യം വന്ന അവസ്ഥയിൽ, സുഹൃത്തോട് വന്ന അസൂയ വന്ന അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എനിക്കും അത് വേണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് നേടാൻ കഴിഞ്ഞോളന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കി പ്രാപഞ്ചിക നിയമങ്ങൾ, ഇപ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ നിയമങ്ങളാണ് ഇത് നടപ്പിൽ വരുത്തി തരുന്നത്. അതായത് ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, നന്മയും തിന്മയും എന്നിൽ നിന്നാണ്, ഈ ജീവിതത്തിൽ വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും ഞാൻ ഗുണം ചെയ്യും. അതായത് ഫിക്സഡ് റൂൾസാണ്. ഈ ഫിക്സഡ് റൂൾസ് മാറില്ല എന്നല്ല പറയുന്നത്. ശാസ്ത്രത്തിന് ഇതിപ്പോൾ ഇവിടെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഫിസിക്സ് പരമായി ചിലപ്പോൾ അതിനെ വിശദീകരിക്കാൻ പറ്റുന്ന വരും, കെമിസ്ട്രി പരമായിട്ട് വിശദീകരിക്കാൻ പറ്റുന്ന വരും, നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ നടക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ എന്ന ദൈവം എന്നൊന്നുമില്ല അല്ലേ. പ്രാർത്ഥിച്ചാൽ എല്ലാ മതസ്ഥരും ഒരുപോലെയാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു മതത്തിൽ പെർട്ടിക്കുലറായിട്ട് കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. അപ്പോൾ ഈ നിയമങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നിയമം എങ്ങനെയാണ്, ഏത് രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ആവശ്യപ്പെടുമ്പോഴാണ്. അത് ആവശ്യപ്പെടലോ ചിലപ്പോൾ ചില മെറ്റാഫിസിക്സ് ഉണ്ട്, അതായത് ഫിസിക്സ് ആണ്, പക്ഷെ അത് തെളിയിക്കാൻ പറ്റിയില്ല. എന്നാലോ അത് ശരിയാണെന്ന് ബോധ്യപ്പെടാൻ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഫിസിക്സ് അത് പ്രകാരം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പം പോസിറ്റീവ് തിങ്കിങ്, ഇതൊക്കെ ഒരേ ഡയറക്ഷനിൽ, അതായത് ദൈവത്തിൽ പോലും വിശ്വസിക്കാത്തവർക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ദൈവം എങ്ങനെയാണ് സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്, അത് വിവേകശാലിയായ മനുഷ്യന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവൻ അത് രീതിയിൽ അതിന് ദൈവികമായിട്ട് ഇപ്പോൾ മതപരമായ രീതിയിൽ നിൽക്കുമ്പോഴും ഓരോ മതത്തിലും അതിനുള്ള മാർഗങ്ങളുണ്ട്. അതായത് ശാന്തമായ അവസ്ഥയിൽ നിന്നിട്ട് മനുഷ്യൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിൽ വൈകാരികമായ ഒരവസ്ഥ ഉണ്ടാകും. ദേഷ്യം കൊണ്ടാണെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്, നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട് ചില ഘടകങ്ങൾ. അല്ലെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണെങ്കിലും നമ്മൾ ചോദിക്കുന്നത് യഥാർത്ഥമുള്ളതല്ല, അപ്പോഴത്തെ അവസ്ഥ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ വികാരങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ചോദിക്കുമ്പോഴാണ് നമ്മളുടെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് വരുന്നതും അത് പ്രവർത്തിക്കുന്നതും. അതുകൊണ്ടാണ് ഓരോ മതങ്ങളും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരുപാട് മന്ത്രങ്ങൾ എത്രയോ നേരം 10 മിനിറ്റ് നേരം 15 മിനിറ്റ് നേരം അല്ലെങ്കിൽ 100 പ്രാവശ്യം അല്ലെങ്കിൽ 500 പ്രാവശ്യം മന്ത്രങ്ങൾ ഉരുവിടുക. അതിനുശേഷം നീ പ്രാർത്ഥിക്കുന്നടക്കും. അപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്, അവൻ്റെ മനസ്സ് ശാന്തമാകണം. എല്ലാറ്റിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് ചോദിച്ചാലാണ് നടക്കുക. അത് പണ്ട് കാലത്ത് മുനിമാർ കാട്ടിൽ പോയിട്ട് ശാന്തമായൊരു സ്ഥലത്ത് പോയിരുന്നിട്ട് എത്രയോ നേരം മനസ്സിനെ ശാന്തമാക്കി മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ട് പിന്നെ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. വിവിധ സമയത്ത് ആവശ്യപ്പെടുമ്പോൾ ഇറ്റ്സ് ഹാപ്പനിങ്, അത് സംഭവിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഫോം എല്ലാറ്റിലും ഉണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിലും നിസ്കരിക്കണം, 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇതാണ് നമ്മുടെ ഫോക്കസ് വരണം, ദൈവത്തിലേക്ക് ഫോക്കസ് വരണം. അതിൽ മനസ്സ് ശാന്തമാണ്, മാലിന്യങ്ങളൊക്കെ അടിയണം. അങ്ങനെ കാം ആൻഡ് ക്വയറ്റായ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം പ്രാർത്ഥിക്കുക. ഇപ്പോൾ നോമ്പ് ആയാലും നോമ്പ് കാലത്ത് അല്ലേ ആത്മീയമായിട്ട് മനുഷ്യൻ ഇങ്ങനെ പോവാണ്, മനസ്സ് ശാന്തമാക്കണം, പ്രാർത്ഥനകൾ മൊഴികൊണ്ട് ശാന്തമാക്കി അവസാന ഘട്ടത്തിലാണ് ഇതിന് ഏറ്റവും പവർ എന്ന് പറയുന്നത് അല്ലേ. പ്രാർത്ഥിച്ചാൽ നടക്കാവുന്ന സാധ്യത ഏറ്റവും അവസാനത്തിൽ. അപ്പോഴേക്കും മനുഷ്യന് മനസ്സ് ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. അതായത് ആ സമയത്ത് ചോദിച്ചാൽ നടക്കും. ഇതൊക്കെ നിയമങ്ങളാണ്, ദൈവത്തിൻ്റെ തന്നെ നിയമങ്ങളാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ഏത് മതമാണെങ്കിലും, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ മനസ്സ് ക്വയറ്റാക്കും. അല്ലെങ്കിൽ ഈ മന്ത്രങ്ങളെക്കുറിച്ചും മന്ത്രങ്ങളുടെ ശക്തിയൊക്കെ ഹൈന്ദവ ഗ്രന്ഥങ്ങളാണ് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ മതങ്ങളിലും ഇതൊക്കെ നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു സംവിധാനങ്ങളാണ്.
അപ്പോൾ ആ പ്രാപഞ്ചിക നിയമങ്ങൾ വിവേകപൂർണ്ണമായ മനുഷ്യനാണെങ്കിൽ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരവസ്ഥ നെഗറ്റീവ് മോട്ടിവേഷൻ എന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മളെ കൊണ്ട് പറ്റാത്തത്. അപ്പോൾ ഞാൻ നേരത്തെ മടി പിടിച്ച മനുഷ്യനാണ്, അങ്ങനെ ഒരു മനുഷ്യനില്ല. മടി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത പണി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതായത് അയാളുടെ മനസ്സിൽ വന്ന വാശിയാണ് അയാളെ കൊണ്ട് ആ പ്രവർത്തിപ്പിച്ചത്. അയാളുടെ യഥാർത്ഥ ആവശ്യം അതല്ല. അയാളുടെ യഥാർത്ഥ ആവശ്യം അതാണെങ്കിൽ യഥാർത്ഥ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യരും മടി വരില്ല. ആ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് ആദ്യം അറിയണമെന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സ് ശാന്തമാക്കണം. അതിന് ഈ പറഞ്ഞ മാർഗ്ഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി ചിലപ്പോൾ ഒരു തീർത്ഥയാത്രക്ക് പോകേണ്ടി വരും ശാന്തമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്, നമ്മൾ സ്വാധീനിക്കപ്പെട്ട് കിടക്കുക. നമ്മൾ ചിലപ്പോൾ ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ സന്തോഷത്തിലാണ്, എന്തായാലും വൈകാരികമായ ഏത് അവസ്ഥയിൽ നിൽക്കുമ്പോഴും നമുക്ക് കൃത്യമായ നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളുടെ യഥാർത്ഥ മനസ്സിൻ്റെ വിളി, നമ്മളുടെ യഥാർത്ഥ ആഗ്രഹം എന്താണെന്നുള്ളത് വിളിച്ചിട്ട് വരില്ല. യഥാർത്ഥ ആഗ്രഹം മനസ്സിലാവണമെങ്കിൽ ഇതുപോലെ ശാന്തമാക്കണം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ മന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഒരു 4-5 പ്രാവശ്യം സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ടങ്ങ് ശാന്തമാക്കുക. അതിനുശേഷം ചോദിച്ചു നോക്കൂ, എല്ലാം നടക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ കേവലം കർമ്മങ്ങൾ എന്ന രീതിയിൽ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. അതിന് കുറച്ചും കൂടെ ഒരു ബലം നൽകുക, ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും ചെയ്യണം, പക്ഷെ അതിൻ്റെ കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിൽ നിന്നുകൊണ്ട്, അതായത് ആ സമയത്ത് ചോദിക്കാറാകുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ശാന്തമായിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്നതല്ലാണ്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുക. ഓക്കെ, സോ എല്ലാ സ്വപ്നങ്ങളും നടക്കും. നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും നടക്കും. വാശിയും വൈരാഗ്യവും കൊണ്ടുള്ള കാര്യങ്ങൾ നടക്കില്ല എന്നല്ല പറയുന്നത്, അതും നടക്കും. പക്ഷേ അതിൻ്റെ റിസൾട്ട് ആത്യന്തികമായ നന്മയായിക്കൊള്ളണം എന്നില്ല. അതേസമയം നിങ്ങളുടെ മനസ്സിൻ്റെ വിളിയാളം, യഥാർത്ഥ ആഗ്രഹം, ആ ആഗ്രഹത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഇതൊക്കെ നടക്കും. ഇത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കും വരിക എന്ന് മാത്രം. എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ച് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്ന സമയത്ത് ഞാനൊരു IT ബിസിനസ്സുകാരനാണ്. ഞാനിത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പലരും എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കൾ തന്നെ, എൻ്റെ ഫാദറും എൻ്റെ ഭാര്യയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നിങ്ങൾ ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു മനുഷ്യൻ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ള മനുഷ്യൻ, നിങ്ങൾ എന്ത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി നമുക്കിങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്ന് തൽക്കാലം പ്രശ്നമുണ്ടോ? കാരണം ഇതിങ്ങനെ ആൾക്കാരെ നന്നാക്കിയിട്ട് നിനക്കെന്തോ കാര്യം എന്ന് ചോദിക്കും. പക്ഷേ ആൾക്കാരെ നന്നാക്കുന്ന സമയത്ത് എനിക്കെന്താ കാര്യം എന്നുള്ള എപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലേ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം, സാമ്പത്തിക പ്രശ്നങ്ങളും സോൾവ് ആവുകയാണ്, സ്വപ്നങ്ങളും നേടുകയാണ്, എല്ലാ അർത്ഥത്തിലും സുന്ദരമായിട്ട് ജീവിതം എന്താണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ വിളി എന്താണെന്ന് മനസ്സിലാക്കാൻ, മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സാധ്യതകളാണ് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാന്തമാക്കി നിന്നുകൊണ്ട് ചോദിക്കുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ അവരും നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും, യെസ്, ഇതാണ് നീ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ തലയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. എനിക്കത് നേടാൻ പറ്റുമോ, ഇത് നേടാൻ പറ്റുമോ? നമ്മളെ ഈ പറഞ്ഞ എൻ്റെ അനുഭവം വെച്ച് തന്നെ നിങ്ങൾക്ക് കണക്ക് കൂട്ടാം. ഇന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ വിളിക്കനുസരിച്ച് നിങ്ങളങ്ങോട്ട് മുന്നോട്ട് പിന്നെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. അതിന് പരാക്രമം കാണിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എല്ലാം നടക്കും ശാന്തമായ രീതിയിൽ നിന്നുകൊണ്ട്. ഒരു ഈ പറഞ്ഞ ബാഹ്യമായിട്ടുള്ള ഈ വൈകാരങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ നമ്മൾ ബുദ്ധിപൂർവ്വം വിവേകപൂർണ്ണമായി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നടക്കും. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നടക്കും. സോ calm down, think and act and don't stop. നിർത്തരുത്. പലരും പലതും പറഞ്ഞു തരും. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, നടക്കില്ല എന്നൊക്കെ പറഞ്ഞു തരും. നിങ്ങളുടെ മനസ്സ് എപ്പോഴും പറയണത് നടക്കും. Go ahead, believe yourself. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഭവിക്കട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു, ബൈ.